കുംഭമാസം പിറന്നപ്പോൾ തകരയങ്ങുണങ്ങി, ഇനി എന്ത് ചെയ്യും പെരുങ്കൊടലേ? 6 മടക്കിട്ട് 60 ചൊറയിട്ട് അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ. ഒരു പഴയ തകരപ്പാട്ട്. ശരീരത്തോട് വിശക്കും അനങ്ങാണ്ട് കിടക്കെന്ന് പറയും. കാമവികാരമുണർന്നാൽ ഏടുന്നെങ്കിൽ ഒരു പെണ്ണിനെ കണ്ട അപ്പൊ തന്നെ ഇണചേരുവോ? ഇല്ല. നിക്കവിടെ. നാട്ടുകാരംഗീകരിച്ച് താലി കെട്ടിയ ഒരു പെണ്ണുണ്ട് എന്റെ വീട്ടില്. അല്ല, നീ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നീ കുടുംബക്കാരോട് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെ താലി കെട്ടി ഹൃദയങ്ങൾ ചേർത്തിട്ട് മാത്രമേ നിനക്ക് ഇണചേരാൻ അവകാശമുള്ളൂ. അതാണ് സംസ്കാരം. പക്ഷെ ഇപ്പൊ 10ാം ക്ലാസ് ഒന്നും കാത്തുന്നില്ല എന്ന് കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടിട്ടില്ലേ? 9ൽ പഠിക്കുന്ന പെണ്ണ് പെറ്റു. കുട്ടീന്റെ അച്ഛൻ 8ലെ ചെക്കൻ. കണ്ടിട്ടില്ലേ? എന്താ അത്? എന്താണ് അവർ കഴിക്കുന്ന ഭക്ഷണം? അങ്ങനത്തെ അല്ലേ? ഈ ഭക്ഷണം അവന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? പ്രകൃതി നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണം പോലെയാണ്. ഇപ്പോ 5ലെത്തുമ്പോ പെൺകുട്ടികൾ ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നോ, കരളിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. കൈതപ്രത്തിന്റെ പാട്ട് പറഞ്ഞ പോലെ അടക്കം ചൊല്ലാൻ തുടങ്ങും. കാരണം ഋതുമതിയായി. ആൺകുട്ടികൾക്ക് പ്രേമക്കുരു പൊന്തുക. പണ്ടെല്ലാം നമ്മളെ ഭക്ഷണം വളരെ മോശമായ കൊണ്ട് 10ലെത്തുമ്പോൾ കുറേശ്ശെ പ്രേമം വരിക തന്നെ ചെയ്യുക. വന്നാലും പറയാൻ ധൈര്യമുണ്ടോ? പണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം എന്തായിരുന്നു? ഉച്ചക്കെന്താ കറി? ചക്കക്കുരു വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പൊ എത്രയാ ഇറച്ചി, എത്രയാ മീൻ, എത്രയാ വെളിച്ചെണ്ണ, എത്രയാ പാം ഓയിൽ, എത്രയാ സൂര്യകാന്തി, എത്രയാ തേങ്ങ, എന്തെല്ലാം കൊഴുപ്പുള്ള ഭക്ഷണ കഴിക്കുന്നത് അല്ലേ? അങ്ങനത്തെ ഭക്ഷണമല്ലേ? നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, ശവം. ഒറ്റ പേരേ ഉള്ളൂ. എന്നാ കോഴീന്റെ ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവര് ഒറ്റ പേരേ ഉള്ളൂ കോഴി. മരിച്ച 28 പേരുണ്ട്. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് 28 മോഡൽ കോഴിയുണ്ട്. ഇത് മുഴുവൻ കുട്ടികളെ തിന്നുക. അവന് പിടിച്ചാൽ കിട്ടണ്ടേ അവന്റെ ഉള്ളിലുള്ള ഹോർമോണ്? അപ്പോ അവന്റെ ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു. പ്രകൃതി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത് അമ്പലത്തിൽ പോയി തൊഴാനും സ്കൂളിൽ പോയി പഠിക്കാനും ഗവേഷണം നടത്താനും റോക്കറ്റ് ഗോളാന്തര യാത്ര നടത്താനൊന്നും അല്ല പ്രകൃതി ഇങ്ങോട്ട് അയച്ചത്. പ്രകൃതിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഏത് ജീവജാലത്തെയും പ്രകൃതി ഇങ്ങോട്ട് അയച്ചത് നിന്നെ പോലത്തെ കുറെ എണ്ണത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. മാനിന് കസ്തൂരി മണം കൊടുക്കുന്നത്, ഇരുമീനണക്കായിട്ട് ഒരു സാഗരത്തെ തീർക്കുന്നത്, പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്. ഈ പ്രകൃതിക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം ഉണ്ടാവണം.